സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക് വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സീരീസ് സർക്യൂട്ട്സിലാണ്. നമുക്ക് എവിടെയാണ് വോൾട്ടേജ് ഡിവിഷൻ നടക്കുന്നത്? എവിടെയാണ് വോൾട്ടേജ് ഡിവൈഡ് ആവുന്നത്? സീരീസ് സർക്യൂട്ട്സിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് റെസിസ്റ്റൻസ് R1 ആൻഡ് R2. അതിനെക്കുറിച്ച് നമ്മൾ ഒരു വോൾട്ടേജ് VS നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഓരോന്നിനെക്കുറിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അത് VR1 ആൻഡ് VR2 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോ ഡ്രോപ്പും കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ VR1 എന്ന് പറയുന്നത് R1-നെക്കുറിച്ചുള്ള ഡ്രോപ്പാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ R1 വരും. ഇത് R1 ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഡിനോമിനേറ്ററിൽ ഇൻറ്റു VS, അതായത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഈ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് R1-നെക്കുറിച്ച് വരാം. അപ്പോൾ R1 ബൈ R1 പ്ലസ് R2 ഇൻറ്റു VS. സിമിലർലി VR2 എന്ന് പറയുമ്പോൾ അവിടെ R2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു VS. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. അടുത്തത് കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവിഷൻ റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് പാരലൽ സർക്യൂട്ട്സിലാണ്. കാരണം അവിടെ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത് എവിടെയാണ്? ഇവിടെ പാരലൽ സർക്യൂട്ടിലാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ രണ്ട് റെസിസ്റ്റൻസ് R1 ആൻഡ് R2 ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ടാണ് I1 ആൻഡ് I2 എന്ന് പറയുന്നത്. R1 കൂടെ പോകുന്ന കറണ്ട് I1ഉം R2 കൂടെ പോകുന്ന കറണ്ട് I2. അപ്പോൾ ഇത് ഓരോ കറണ്ടും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ I1 കണ്ടുപിടിക്കാനായിട്ട് I1 ഫ്ലോ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 ആണ്, അല്ലേ? സോ നമ്മൾ എടുക്കേണ്ടത് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ വരാം. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു പോകുന്നത് R1 കൂടി ആയതുകൊണ്ട് ഇവിടെ R2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു IS ആണ് അവിടെ വരാം. ഇനി അടുത്തത് I2 കണ്ടുപിടിക്കാം. I2 എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത് ഇതിൽ കൂടെ R2 കൂടെയാണ് പോകുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട റെസിസ്റ്റൻസ് ഏതായിരിക്കും? ന്യൂമറേറ്ററിൽ R1 ആയിരിക്കും. സോ I2 ഈസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് R2 ഇൻറ്റു IS. ഇതാണ് കറണ്ട് വരിക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് കിർച്ചോഫ് വോൾട്ടേജ് ലോ. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആൾജിബ്രിക് സം ഓഫ് ഓൾ വോൾട്ടേജസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കിവിടെ ഒരു സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതുപോലെ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ അതിൽ കൂടെ പോകുന്ന കറണ്ട് I ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ മൊത്തം എല്ലാ വോൾട്ടേജിൻ്റെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും KVL പ്രകാരം. അപ്പോൾ അതന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ നോക്കാം. ഇവിടെ നമ്മളിവിടെ ഒരു കറണ്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ആ കറണ്ട് എൻ്റർ ചെയ്യണത് ഇവിടെ പോസിറ്റീവിൽ നിന്നിട്ട് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഈ കറണ്ട് എൻ്റർ ചെയ്യണ ഡയറക്ഷൻ നോക്കാം. അപ്പോൾ എൻ്റർ ചെയ്യണത് നെഗറ്റീവിലേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സപ്ലൈയുടെ പോളാരിറ്റി നമ്മളവിടെ -VS നമ്മൾ കൊടുക്കും. ഇനി എപ്പോഴും റെസിസ്റ്റൻസ് ആ എലമെൻസിനെ കുറിച്ച് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ പ്ലസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസിയുള്ള ഒരു സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ കറണ്ട് എൻ്റർ ചെയ്യണത് എവിടേക്കാണെന്ന് നോക്കാം. അപ്പോൾ അത് നെഗറ്റീവിലേക്കാണല്ലോ. അപ്പോൾ അവിടെ -VS കൊടുക്കാം. പ്ലസ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് IR1 ആൻഡ് സെക്കൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് IR2. അപ്പോൾ എല്ലാ വോൾട്ടേജിനും സം 0 ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? -VS പ്ലസ് IR1 പ്ലസ് IR2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ പ്രകാരം അവിടെ ലൂപ്പ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ വന്നു പോകുന്ന എല്ലാ കറണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അവിടെ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇതാണ് അവിടെ ഒരു നോഡ് എന്ന് പറയുന്നത്. ആ നോഡിലേക്ക് നമുക്ക് ഇവിടെ കുറച്ച് കറണ്ട് I1, I2, I3, I4, I5 എന്ന് പറഞ്ഞാൽ 5 കറണ്ടുകളാണ് നമുക്ക് അവിടെ നോഡായിട്ട് ബന്ധമുള്ള കറണ്ട്സ്. അപ്പോൾ അതിലവിടെ ഇത് എഴുതിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട് KCLൻ്റെ. എന്താണ്? ആൾജിബ്രിക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഓർ നോഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. അപ്പോൾ അവിടെ നമുക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. I1, I2 ആൻഡ് I3 അവിടെ എൻ്റർ ചെയ്യാണ്, ആൻഡ് I4 ആൻഡ് I5 അവിടെ ലീവ് ചെയ്യണമെന്ന് നമുക്ക്, അല്ലേ? അപ്പോൾ എൻ്റർ ചെയ്യുന്ന കറണ്ടിൻ്റെ സം നമ്മൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലീവിങ് കറണ്ടിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് മൈനസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? I1 പ്ലസ് I2 പ്ലസ് I3, I4 എന്ന് പറയുന്നത് ജംഗ്ഷനിൽ നിന്നിട്ട് ലീവ് ചെയ്യാണ്. സോ അതിൻ്റെ സൈൻ നമ്മളവിടെ -I4 നമ്മൾ കൊടുത്തു, ആൻഡ് -I5 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. ഓർ നമുക്ക് അവിടെ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽസ് I4 പ്ലസ് I5 എന്ന് പറയുമ്പോൾ സം ഓഫ് എൻ്ററിങ് കറണ്ട്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ലീവിങ് കറണ്ട്സ്.
അതാണ് അവിടെ കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത്.